ഹലോ ഗൾസ്, യെസ് അവനമീസ് ഹിയർ. അപ്പോൾ മെഷർമാത്ത് അല്ലെങ്കിൽ അളവ് കണക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ശരിക്കും ഒരു 2 weeks ഒക്കെ എടുത്തിട്ട് പഠിച്ച കാര്യമായിരിക്കും. മിസ് ഒരു 10 മിനിറ്റിനുള്ളിൽ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞല്ലോ. പക്കാ പ്രഡിക്ഷൻ ആണ്. ഈ പറഞ്ഞ 4 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 9 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 9 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 9 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മീറ്റർ ആണ്, എത്ര മില്ലിമീറ്റർ ആണ്. മനസ്സിലായോ? 9 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണ്. നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു കൺസെപ്റ്റ് ആണ്. 1 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 10 മില്ലിമീറ്ററാണ്. അപ്പോൾ 2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? 20 മില്ലിമീറ്ററാണ്. 3 സെൻറ്റിമീറ്റർ എത്രയാണ്? 30 മില്ലിമീറ്ററാണ്. 4 സെൻറ്റിമീറ്റർ എത്രയാ? 40 മില്ലിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ 9 സെൻറ്റിമീറ്റർ എത്രയാണ്? യെസ്, അത് 90 മില്ലിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ 10 എത്രയാണ്? അത് എത്രയാ? യെസ്, 100 മില്ലിമീറ്റർ ആണ്. 100 മില്ലിമീറ്റർ ആണ്. ഇതാണ് ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തിലേക്ക് പോവാം. 8 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? 8 മീറ്റർ. രണ്ടാമത്തെ നിങ്ങൾ കോൺസെപ്റ്റ് പഠിക്കണം. ഇതാണ് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററാണ്. 2 മീറ്റർ എന്ന് പറഞ്ഞാൽ 200 സെൻറ്റിമീറ്ററാണ്. 3 മീറ്റർ എന്ന് പറഞ്ഞാൽ 300 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 8 മീറ്റർ എന്ന് പറഞ്ഞാൽ 800 സെൻറ്റിമീറ്ററാണ് അല്ലേ? 800 സെൻറ്റിമീറ്ററാണ് അല്ലെങ്കിൽ 800 സെൻറ്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് തിരിച്ചു മിസ്. 8 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണെന്നാണ് ചോദിച്ചത്. സെൻറ്റിമീറ്റർ അല്ല, യൂണിറ്റ് ശ്രദ്ധിക്കണം. മില്ലിമീറ്റർ ആണ്. ശ്രദ്ധിച്ചു നോക്കടാ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലിമീറ്ററാണ്. 2 മീറ്റർ എന്ന് പറഞ്ഞാൽ 2000 മില്ലിമീറ്ററാണ്. 3 മീറ്റർ എന്ന് പറഞ്ഞാൽ 3000 മില്ലിമീറ്ററാണ്. അങ്ങനെയാണെങ്കിൽ 8 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? 8000 മില്ലിമീറ്ററാണ്. ശ്രദ്ധിക്കണം. സെൻറ്റിമീറ്ററിലേക്ക് മാറുന്നെങ്കിൽ അതെന്തായിരിക്കും? 100 കൊണ്ടാണ്. യെസ്, 100 ആണ് അല്ലേ? 1 സെൻറ്റിമീറ്റർ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? 100 സെൻറ്റിമീറ്ററാണ്. അതേ സ്ഥാനത്ത് 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര മില്ലിമീറ്റർ ആണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം 1000 ആണ്. ഇത് പഠിക്കാണ്ട് ഇവിടെ ക്ലിയർ ആവില്ല. മനസ്സിലായോ? യെസ്, ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ടൈപ്പ് 2 ലിറ്റർ 323 മില്ലി ഈക്വൽ ടു ഡാഷ് ലിറ്റർ. അതായത് 2 ലിറ്റർ 323 മില്ലി ലിറ്റർ എത്ര ലിറ്റർ ആണ്? ഓക്കെ, ഇവിടെ നിങ്ങൾ പഠിക്കണം. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്ററാണ്. അങ്ങനെയാണെങ്കിൽ മിസ് ചോദിക്കട്ടെ, 9 ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാ? അത് 9000 അല്ലേ? 9000 മില്ലി ലിറ്റർ ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. 2 ലിറ്റർ 323 മില്ലി ലിറ്റർ എത്ര ലിറ്റർ ആണ്? ഇവിടെ ഓൾറെഡി ലിറ്റർ തന്നെയാണ്. ആ ലിറ്ററിന് ഇനി എന്ത് ലിറ്ററിലേക്ക് മാറ്റാനാ? ഓൾറെഡി എന്ത് ചെയ്യാം? 2 ലിറ്റർ എന്ന് എഴുതാം. എന്നിട്ട് മില്ലി ലിറ്ററിന് 323 മില്ലി ലിറ്ററിനെയാണ് ലിറ്ററിലേക്ക് മാറ്റേണ്ടത്. ചെയ്യേണ്ട കാര്യം 323/1000 ചെയ്യുക. ഇത് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഈക്വൽ ടു ഇടുക. ഈ 2 എടുക്കുക, ഇവിടെ എഴുതി കൊടുക്കുക. ഈ നമ്പർ എടുക്കുക 323 ഇങ്ങനെ എഴുതുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇവിടെ എത്ര സീറോസ് ഉണ്ട്? 3 സീറോ അല്ലേ? 1 2 3. അപ്പോൾ നിങ്ങൾ ബാക്ക് നിന്ന് ഇങ്ങോട്ടേക്ക് എണ്ണുക. 1 2 3. ഇവിടെ പോയിന്റ് ഇട്ട് കൊടുക്കുക. 2.323 ലിറ്റർ. മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതേപടി കിലോഗ്രാമും ചോദിക്കും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, 1 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാ? 1000 ഗ്രാമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 4 കിലോഗ്രാം എത്രയാ? 4 കിലോഗ്രാം എത്രയാ? 4000 ഗ്രാമാണ്. 4000 ഗ്രാമാണ് അല്ലേ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. മിസ്സിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. 3 കിലോഗ്രാം അല്ലെങ്കിൽ 353 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാമാ? സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ കിലോഗ്രാം ആണ്. അങ്ങോട്ടേക്ക് മാറ്റേണ്ടതും കിലോഗ്രാമിലേക്കാണ്. അപ്പം മാറ്റണ്ട, 3നെ മാറ്റണ്ട, 3 kg എന്നിടുക. ഏതിനെ വേണം മാറ്റാൻ? 353നെയാണ് മാറ്റേണ്ടത്. 353/1000 ആണ്. 3നെ എഴുതുന്നു. ഈ നമ്പർ എഴുതുന്നു. ഇനി എന്ത് നോക്കണം? പൂജ്യങ്ങളെ നമ്പർ നോക്കണം. എത്ര പൂജ്യമുണ്ട്? എത്ര സീറോസ് ഉണ്ട്? 1 2 3. ബാക്ക് നിന്ന് 1 2 3. 3.353 കിലോഗ്രാം എന്ന് നമുക്ക് കിട്ടി. മനസ്സിലായോ? ഇത്രയാണ് മെഷർ മാത്ത് അല്ലെങ്കിൽ അളവ് കണക്കിൽ ചോദിക്കുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ
കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രമാത്രമാണ്. നമ്മളെ ക്രിസ്മസ് എക്സാമിന് സ്പെഷ്യൽ ഗ്രൂപ്പ് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ്, ക്രിസ്മസ് എക്സാമിൻ്റെ ക്ലാസ് 5 ഇവിടെ നിങ്ങൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്യാം. അപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടും? കൂടുതൽ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് കിട്ടും. മാത്സിനെന്നല്ല, എല്ലാ നോട്ട്സും കിട്ടും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം, ഡിസ്ക്രിപ്ഷൻ ബോക്സ് കണ്ടോ, കമൻറ്റ് ബോക്സ്, ഡിസ്ക്രിപ്ഷൻ ബോക്സ് അവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം എന്താ ക്രിസ്മസ് എക്സാം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്ന് കാണാൻ പറ്റും. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്ക് മക്കൾ, എന്ത് ചെയ്യാം, ജോയിൻ അവർ വാട്സപ്പ് കമ്മ്യൂണിറ്റി എന്ന് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുക, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഡെയിലി പ്ലാൻ, നോട്ട്സ്, ക്വസ്റ്റ്യൻ ബോർഡ്സ്, അതുപോലെ തന്നെ ലൈവ് ലിങ്കുകൾ, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എജുപോർട്ടിൻ്റെ ആപ്പിനെ പറ്റി നിങ്ങൾക്ക് അറിയില്ലേ? യെസ്, എജുപോർട്ടിൻ്റെ ബൂസ്റ്റർ ബാച്ചിൽ ചെറിയൊരു പ്രൈസോട് കൂടിയിട്ടാണ് എജുപോർട്ടിൻ്റെ ബൂസ്റ്റർ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എക്സാം സീസൺ ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് 2000 സ്റ്റുഡൻസിന് മാത്രമേ എന്തുള്ളൂ, സീറ്റുള്ളൂ. അപ്പം നിങ്ങളിപ്പം പൈസ ഒന്നും അടയ്ക്കേണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ട് അപ്പോൾ മാത്രമേ ഈ ഒരു പ്രൈസിന് എന്ത് കിട്ടുള്ളൂ, നിങ്ങൾക്ക് നമ്മളെ ആപ്പ് അവൈലബിൾ ആവുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രമാത്രമാണ്. നേരത്തെ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തില്ലേ, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൂസ്റ്റർ ബാച്ചിൻ്റെ ലിങ്ക് അവിടെ കാണാൻ പറ്റും. ഓൾറെഡി നമുക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ബൂസ്റ്റർ ബാച്ചിൻ്റെ ലിങ്കും കാണാൻ പറ്റും. താഴെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും കാണാൻ പറ്റും. അപ്പോൾ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ബൂസ്റ്റർ ബാച്ചിൻ്റെ ലിങ്ക് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഒരു ഫോം ഉണ്ടാകും, ആ ഫോം എന്ത് ചെയ്യുക, ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എന്തായി, യെസ്, നിങ്ങളെ സീറ്റ് അവിടെ നമ്മൾ ഉറപ്പിച്ചു. ഓക്കെ, ഇത്ര മാത്രമേ ചെയ്യണ്ടൂ. അപ്പം മറക്കണ്ട, 5ാം ക്ലാസ്സിലെ മാത്സ് എക്സാമിന് പോകുന്ന എല്ലാ മക്കളും എന്ത് ചെയ്യണം, ഈ ഒരു ചാപ്റ്റർ ഇങ്ങനെ പഠിക്കണ്ടു. വളരെ സിമ്പിളാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, പക്കാ പ്രഡിക്ഷൻ ആണ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ബൈ. ഈ ക്ലാസ് ഇഷ്ടമായാൽ മിസ്സിൻ്റെ പേരറിയോ, മിസ്സിൻ്റെ പേരറിയെങ്കിൽ മിസ്സിൻ്റെ പേര് കമൻറ്റ് ചെയ്യാം, സെറ്റ് എന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ, സി യു.